നല്ല സ്ഥലമല്ലേ? ഇത് ഏതാ സ്ഥലം എന്ന് പറയാം എൻ്റെ പുറയിൽ കാണുന്നത്. ഇത് പഞ്ചേർണി എന്നാണുള്ള സ്ഥലമാണ് കേട്ടോ. പഞ്ചേർണി ഇത് അമർനാഥ് യാത്രയിലൂടെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. എന്ത് മനോഹരമായ സ്ഥലമാണല്ലോ. അപ്പോൾ ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള വീഡിയോ എൻ്റെ കൂട്ടത്തിലുണ്ട്. എന്തായാലും മിസ്സാവാണ്ട് കാണണം. പിന്നെ എങ്ങനെയാണ് ഞാൻ പഞ്ചതരണിയിൽ എത്തപ്പെട്ടത്, ഓക്കെ. അപ്പോൾ വഴിയിലുള്ള യാത്രയിലുള്ള കുറേ വിശേഷങ്ങളുണ്ട്, കാഴ്ചകളുണ്ട്, എല്ലാം കാണുക കേട്ടോ. ഓക്കെ. പേര് പോലെ സുന്ദരമാണ് പഞ്ചതരണി. ഇവിടേക്ക് ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കാഴ്ച ഈ വീഡിയോയുടെ കൂടെ തന്നെയുണ്ട്, മറക്കാതെ കാണുക. ഇന്ന് എൻ്റെ യാത്ര അമർനാഥ് ഹോളി കേവിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള പഞ്ചതരണിയിലേക്കാണ് എൻ്റെ യാത്ര. യാത്രയിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് കാണാനായിട്ട്, ആരും മിസ്സാകാതെ കാണണം. പഞ്ചതരണി എന്ന സ്ഥലം വരുന്നത് പഹൽഗാം റൂട്ടിലാണ്. അപ്പോൾ ഏകദേശം ഡൊമേൽ എന്ന റൂട്ടിന് എതിർവശത്തുകൂടിയാണ് പോകുന്നത്. പഞ്ചതരണി എന്ന സ്ഥലത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. അതിലൊന്നാണ് പരമശിവനും പാർവതീദേവിയും അവസാനമായി ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഇവിടെയാണ്, അതായത് പഞ്ചഭൂതങ്ങളെ ഉപേക്ഷിച്ച സ്ഥലമാണ് പഞ്ചതരണി. ഈ പെഹൽഗാം വഴിയുള്ള റൂട്ടിലേക്കുള്ള യാത്ര ഇപ്പോൾ ഗവൺമെൻറ് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം മഴയൊക്കെ കൂടുതലായതുകൊണ്ട് ലാൻഡ് സൈഡിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇതാ മുകളിൽ വരുമ്പോൾ എന്താ അടിപൊളി വ്യൂ നോക്കിയാണ്ടോ. കാരണം ഇവിടെ ഈ റൂട്ടിലേക്കുള്ള യാത്ര ഇപ്പോൾ നിർത്തിവെച്ചേക്കാണ് കേട്ടോ. കാരണം മഴയൊക്കെ ആയിരുന്നല്ലോ ഒരു 3-4 ദിവസം. പിന്നെ പ്രളയം അതിന് ശേഷം കണ്ടോ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. ആളൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്ന ഇത്രയും തിരക്കായിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എങ്ങനെ കിടക്കുന്നതെന്ന് നോക്കിയേ. പക്ഷേ റോഡൊക്കെ മൊത്തം ചെളിയാണ് കേട്ടോ. നമ്മൾ കാണുന്നുണ്ടല്ലോ, മൊത്തം ചെളിയാണ്. കാരണം ഈ വെള്ളമൊക്കെ വന്ന് കിടന്ന് ഇത്രയും അടിപൊളി. ഇതാ എന്താ വ്യൂ നോക്കിയേ. അങ്ങ് വിദൂരത്ത് കാണുന്നതാണ് കേട്ടോ പഞ്ചതരണി. ആ പഞ്ചതരണി എന്ന സ്ഥലത്തിന് കുറേ അത്ഭുതങ്ങളുണ്ട് കേട്ടോ, കഥകളുണ്ട്. ശിവൻ തൻ്റെ യാത്രയിൽ അമർകഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പാർവതിയായിട്ട് പോകുമ്പോൾ തൻ്റെ വാഹനമായ നന്ദിയെ പെഹൽഗാമിൽ ഉപേക്ഷിച്ചു. അങ്ങനെ വന്ന് അടുത്തതായി വന്നിട്ട് ശേഷ്നാഗിൽ വന്നിട്ട് തൻ്റെ നാഗത്തെ ഉപേക്ഷിച്ചു. അവിടെ നിന്ന് അടുത്തത് പോസ്പത്രി എന്ന സ്ഥലത്ത് പോയി വിശ്രമിക്കുകയും അവിടെ നിന്നാണ് ഭക്ഷണമെല്ലാം കഴിച്ചത് കേട്ടോ. അതുകൊണ്ട് ഈ പോസ്പത്രി എന്ന സ്ഥലത്ത് വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഫുഡ് സെർവ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ പോസ്പത്രി. പിന്നെ അവിടെ നേരെ ഗണപതിയെ, തൻ്റെ പുത്രനായ ഗണപതിയെ, മഹാഗുണസ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ, അവിടെ ഉപേക്ഷിച്ചു. പിന്നെ അടുത്തതായിട്ട് ഒന്നാണ് എന്താ പറയുക പഞ്ചതരണി. ആ വിദൂരത്ത് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് പരമശിവൻ തൻ്റെ അതായത് വായു, അഗ്നി, വായു, അങ്ങനെ 5 ഭൂതഗണങ്ങളുണ്ടല്ലോ, അവരെ ഇവിടെയാണ് ഉപേക്ഷിച്ചിട്ടാണ് ഭഗവാനും പാർവതിയും കൂടി ഗുഹാപ്രവേശനം നടത്തി അവിടെ അമർകഥ പറഞ്ഞു കൊടുത്തത് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതേ റോഡ് അത്രയും ചെളിയാട്ടോ. ഈ കുതിരയൊക്കെ നടന്നു പോയിട്ട് ഈ മഴയും പെയ്തു അങ്ങനെ ചെളിയായതാണ്. ഈ ഒരു സംഭവം നല്ല അടിപൊളി വെച്ചിരിക്കുന്നു കേട്ടോ, ഈ പച്ച. കാരണം കുറച്ച് ഇൻഡിക്കേഷൻ ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന്. പോയി കഴിഞ്ഞാൽ അപകടമാണ്. അത് കുറച്ച് സൂക്ഷിച്ച് കിടന്നാൽ കുഴപ്പമില്ല. റോഡ് നോക്കി എന്ത് കാലിയാണ് കിടക്കുന്നത്, മനുഷ്യന്മാരില്ല. ഈ കാണുന്ന റൂട്ട് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുത്തുന്ന റൂട്ടായിരുന്നു കേട്ടോ ഇത്. കാരണം യാത്രാ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ഈ റൂട്ടിലൂടെയാണ് കേട്ടോ. പെഹൽഗാമിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഏകദേശം 35 കിലോമീറ്ററോളം നടന്നു വേണം ഏകദേശം നമുക്ക് ഹോളി കേവിലെത്താൻ. കാരണം ഈ റൂട്ടിന് വളരെ പ്രസിദ്ധമായ സ്ഥലങ്ങൾ ഉൾക്കൊണ്ട് വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട്. പെഹൽഗാമിൽ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന ചന്ദൻവാരി, പിന്നെ പിസു ടോപ്പ്, പിന്നെ സോജിപാൽ, ശേഷ്നാഗ്, ഹോസ്പത്രി, പിന്നെ പഞ്ചതരണി, ഹോളി കേവ്. ഇങ്ങനത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉൾക്കൊണ്ടാണ് ഇവിടേക്ക് എത്താൻ സാധിക്കുന്നത്. ഈ കാണുന്ന മല എന്താണെന്നൊക്കെ, നമ്മൾ ഹോളി കേവിന് തൊട്ട് മുന്നിലായി നിൽക്കുന്ന ശേഷ്നാഗ് ഉണ്ടല്ലോ, അതായത് ശിവൻ്റെ കഴുത്തിലെ ആ പാമ്പിൻ്റെ ആ മലയുടെ പുറകുവശമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പോൾ യാത്ര
തിരിച്ചിട്ടാണ് ഏകദേശം ഹോളി കേവിൽ നിന്ന് പേൽഗാമിലേക്കുള്ള യാത്രാമധ്യയാണ് ആദ്യം നമുക്ക് പോകേണ്ടത് പഞ്ചതരണിയിലേക്കാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പഞ്ചതരണി വേറെ ഒരു കാര്യത്തിൽ കൂടി പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം അവിടുത്തെ ആ സ്ഥലം, അവിടുത്തെ ആ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അടിപൊളിയാണ് കാണാനായിട്ട്. കാരണം പഞ്ചതരണിക്ക് ചുറ്റും മലകളാൽ മൂടപ്പെട്ടതാണ് കേട്ടോ. നടുക്കായി സ്ഥിതി ചെയ്യുന്നതാണ് പഞ്ചതരണി. അപ്പോൾ അവിടുത്തെ ആ ഒരു ഭൂപ്രദേശം വളരെ മനോഹരമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇവിടേക്ക് വരുന്ന യാത്രക്കാർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. അതായത് ഹോളി കേവിന് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ പഞ്ചതരണി. അതുകൊണ്ട് വരുന്ന യാത്രക്കാർക്ക് ഇവിടെ വിശ്രമിച്ചതിന് ശേഷം അടുത്ത ദിവസം യാത്ര തിരിക്കാവുന്നതാണ്. മഴ പെയ്തിട്ട് എന്താ പറയുക, ലാൻഡ് സ്ലൈഡായി കിടക്കുന്ന സ്ഥലം കണ്ടു. ജസ്റ്റ് ഇതെല്ലാം പോയി കാണുന്നുണ്ടോ. നേരെ താഴേക്ക് ലാൻഡ് സ്ലൈഡായി കിടക്കുന്ന സ്ഥലം, നേരെ താഴേക്ക് എത്തും. റോഡൊക്കെ കുറച്ച് ഡേഞ്ചറാണെന്നേ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മണ്ണിന് വലിയ ഉറപ്പൊന്നുമില്ല. അവസാനം ആ റോഡിലേക്ക് എത്തിക്കോട്ടോ. ഇതാണ് ആ റോഡ്. ഇനി ഇതായത് എസ് വളവ് എന്നൊക്കെ. ഇതൊരു എസ് വളമല്ല, നാട്ടിലത്തെ നോർമൽ എസ് വളയും കാട്ടി കഠിനമായിട്ടുള്ള എസ് വളമാണ് കേട്ടോ. കാണുന്നുണ്ടോ? അടിപൊളി. താഴേക്ക് പോകണം. ഇനി ഈ എസ് വളം എങ്ങനെ ഞങ്ങൾ ഇറങ്ങിയെന്നറിയാം, അതിപ്പം പറഞ്ഞു. ഇത്രയും നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്നത്, നേരെ ഇതാ കാണുന്ന സ്ഥലമല്ലേ, ഇതേ അവിടെ നിന്ന് ഇങ്ങനെ ഷോർട്ട് കട്ട് അടിച്ച് നേരെ ഇതിൻ്റെ മയിലിൽ കൂടെ മലയിൽ കൂടെ അള്ളിപ്പിടിച്ച് താഴെ ഇറങ്ങിയിട്ട്. കാരണം ഏകദേശം അതുകൊണ്ട് ഒരു 1/2 കിലോമീറ്ററോളം ലാഭം ഉണ്ടായി. ആക്ച്വലി അതിൻ്റെ റോഡ് ഇതാണ് കേട്ടോ. പക്ഷേ ഷോർട്ട് കട്ട് അടിച്ച് വന്നതാണ്. അവിടെ നിന്ന് അങ്ങനെ സ്ലിപ്പായിരുന്നെങ്കിൽ നേരെ ഇവിടെ എത്തിയത്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ സാഹസ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകൾ കണ്ടു കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം. ഇവിടുത്തെ പാറയാണ് കേട്ടോ. പാറ എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കി. ഞാനത് കണ്ടിട്ടൊന്നും അറിയുന്നില്ല കേട്ടോ. ഈ സാധനം നോക്കി തെറ്റാ പോകും. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഒരു സ്ട്രോങ് ഒന്നുമില്ല കേട്ടോ. എന്താ ഈ പാറ വിശ്വസിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയത് തന്നെ കേട്ടോ. ഇത് അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ നേരെ താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വലിയ ഡിസ്റ്റൻസ് പോകേണ്ട ആവശ്യമില്ല. ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിന് ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് കാണുന്നുണ്ടോ? അവസാനം നടന്ന് ഈ പുഴയുടെ അടുത്തെത്തി കേട്ടോ. ഈ പുഴ എന്ന് പറയുന്നത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് സിന്ധു നദിയാണ് കേട്ടോ. ഇതിനോട് ചേർന്നാണ് ഇനി അടുത്ത് നടന്ന് പോകേണ്ടത്. പിന്നെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി, ഈ പുഴയുടെ വശങ്ങളിൽ ഇഷ്ടംപോലെ സ്വർണം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ കണ്ടതാണ്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് അരിച്ച് പറിച്ച് നോക്കാം. ഒന്ന് എന്താ പറയുക, തോർത്തിട്ട് മീൻ പിടിക്കുന്ന പോലെ ഒന്ന് പിടിച്ചു നോക്കാം. ഇവിടെ കുറേ ഭായിമാരൊക്കെ ഇരിക്കുന്നു. എനിക്കൊരു ഡൗട്ട് തോന്നിപ്പെട്ടത്, ഈ ഭായിമാർ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അവർ വേറെ എന്തോ കല്ലുകളൊക്കെ എടുത്ത് വയ്ക്കുന്നത്. സംഭവം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമ്മൾ യാത്ര മുന്നോട്ട് തന്നെ തിരിച്ചു. എന്തായാലും നോക്കാം, സമയം കിട്ടുകയാണെങ്കിൽ അള്ളി പറക്കാം. ഈ ബോർഡ് കണ്ടപ്പോഴാണ് ഒരു ആശ്വാസമായത് കേട്ടോ. ഇനി 1 കിലോമീറ്റർ കൂടിയുള്ളൂ നമുക്ക് പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം പഞ്ചാരണിയോട് ഏകദേശം 200 മീറ്റർ മാത്രം ദൂരമുള്ളൂ കേട്ടോ. ഏകദേശം പഞ്ചാരണിയോട് അടുക്കുന്നുണ്ട്. ഒരു ചേട്ടൻ കുതിരപ്പുറത്ത് വരുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല.
അവസാനം ഇവിടെ ഒരു കടയിൽ വന്നിട്ട് കേട്ടോ. ഇവിടെ കടയിലെന്ന് പറയുമ്പോൾ അവർ ഈ താഴെ നിന്ന് ഇത്രയും സാധനം മേളിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഇതിപ്പോൾ ഒരു 10 രൂപയാണെങ്കിൽ ഇത് ഇവിടെ വിൽക്കുന്നത് 20 രൂപയ്ക്കാണ് കേട്ടോ. ഇതേപോലെ ഈ സാധനം 5 രൂപയുടെ ഇവിടെ അത് വിൽക്കുമ്പോൾ 10 രൂപയായി. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം കിട്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. കൂൾ ഡ്രിങ്ക്സ് പരിപാടി എല്ലാം ഇരിപ്പുണ്ട്. ഇതെല്ലാം ഡബിൾ റേറ്റായി. ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇതെല്ലാം. ഇവർക്ക് സ്വന്തമായിട്ട് കുതിരയുണ്ട്. അതിൻ്റെ പുറത്ത് സാധനം കൊണ്ടുവന്നാണ് ഇവർ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത്. കപ്പലണ്ടി ഉണ്ട് കേട്ടോ. അടിച്ചു പൊട്ടിക്കുന്ന കപ്പലണ്ടി അതുവരെ അവിടെ ഉണ്ട്. അടിപൊളി. ചെറിയ കടയാണ് കേട്ടോ. ചെറിയ കടയാണ് കേട്ടോ. പക്ഷേ വിചാരിക്കുന്ന കട ഈ കാണുന്നതെല്ലാം കടകളാണ് കേട്ടോ. ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്. നമ്മളെക്കാട്ടി ബുദ്ധിശാലിയാണ് ഇവിടുത്തെ ആൾക്കാർ. നോക്കണം ഏത് സാധനം വെച്ചിട്ടില്ല. സോളാർ നമ്മൾ വീടിൻ്റെ മേളിൽ മൊത്തം സോളാർ വെച്ചിട്ട് ഇവിടെ രാത്രിത്തേക്ക് എന്താ പറയുക ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. എന്താ പറയുക, ഈ കാണുന്ന പനീറിൻ്റെ ഒരു ടിക്കയാണ്. പനീർ ടിക്ക എന്ന് പറയും. ഇത് ഒരു കച്ചവടത്തിന് കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. പിന്നെ പച്ചക്കറികളിലും അത്യാവശ്യം എല്ലാം ഇവിടെ ഉണ്ട്. കുറച്ച് റേറ്റ് കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടൻ എനിക്കൊരു കൂൾ ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു കേട്ടോ. ചേട്ടനെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാനം നടന്ന് പഞ്ചാറിനെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് പഞ്ചാറിന് കേട്ടോ. ഇത് രസമാണെന്ന് നോക്കിയേക്കണം കാണാനായിട്ട്. അടിപൊളി. ആഹാ എന്താ രസം. വാ ഇതാ പഞ്ചാറിന് കേട്ടോ. ഈ പേൽഗാമെന്ന് വരുന്ന ആൾക്കാർ അവസാനം ഷേഷ്നാഗ് ഹോസ്പത്രി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് ഇവിടെ കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കം പറഞ്ഞത് പഞ്ചാരണി എന്ന സ്ഥലത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്. ആ സൗന്ദര്യം നമുക്കിന്ന് കുറച്ച് കണ്ടിട്ട് വരാം കേട്ടോ. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു സന്തോഷ വർത്തമാനം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് എൻ്റെ ഈ കൊച്ചു ചാനൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസായി അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ.